അത് ശീതളിനെ അറസ്റ്റ് ചെയ്യുന്നത് എക്സൈസ് ആണ്. 10+1+2 പിള്ളേരെ. ഓക്കെ, അപ്പം നമ്മുടെ MDM വിഷയം ഭയങ്കര കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെ ഇപ്പോൾ ഒരാളെ കൂടെ പിടിച്ചിട്ടുണ്ട്, ശീതൾ എന്നാണ് അവരുടെ പേര്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ചയൊക്കെ ചെയ്യാം. ഓപ്പറേഷൻ തുഫാനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓപ്പറേഷൻ തുഫാനെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഈ ഒരു പദ്ധതി വന്നപ്പോൾ ഗുണങ്ങളുണ്ടായെന്ന് ഇപ്പോൾ മനസ്സിലായേ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരകം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരുന്നത് 10 വർഷം കൊണ്ട്. ഓക്കെ, ഓപ്പറേഷൻ തുഫാനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് വിഷയത്തിലോട്ടൊക്കെ പോവാം. ഒരു ടീച്ചറിനെ പിടിച്ച് എത്ര പേരെയാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ എത്ര അടുത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന എറണാകുളം, കൊച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ പോലും ഇന്ന ആൾ ശരിയല്ല, ഇന്ന ആളുടെ കുറച്ച് വിഷയങ്ങളുണ്ട്, നീ ഫ്രണ്ട്ഷിപ്പ് കൂടിക്കോ, പക്ഷെ ഒരുമിച്ചുള്ള യാത്രകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. നാളെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നീ ഉൾപ്പെടെ കൊടുക്കും. ലാസ്റ്റ് കോൾ ആര് ചെയ്തു, ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വള്ളി പിടിക്കേണ്ടി വരും. എന്നൊക്കെ നമ്മൾ 100 വട്ടം പറഞ്ഞു കൊടുക്കുമ്പോഴൊന്നും പഠിക്കത്തില്ല. അനുഭവം വരുമ്പോൾ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ ഇവന്മാരൊക്കെ. അപ്പം നമുക്കറിയുന്ന ഫ്രണ്ട് സർക്കിളുള്ളവരൊക്കെ പണ്ടൊക്കെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമൊക്കെ ചെയ്യുമ്പോഴത്തോട് നമ്മൾ അതിനോടൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോയില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ, അനുഭവം വരുമ്പോൾ പഠിക്കട്ടെ. എന്തായാലും നമുക്ക് ഒരു ടീച്ചറിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരാം. കീർത്തന ടീച്ചറിൻ്റെ കാര്യങ്ങൾ ഞാനിതിനെ പറഞ്ഞല്ലേ, 3 ലക്ഷം രൂപ, ഗൾഫിൽ നല്ല ജോലി, UK നല്ല ജോലി, ഇങ്ങനെയൊക്കെയുള്ളവരെ നോക്കത്തുള്ളൂ പറഞ്ഞവളാണ് MDM കച്ചവടമായിട്ട് നടക്കുന്നത്. 1.5 കോടിയോളം രൂപ ട്രാൻസാക്ഷൻ നടത്തുന്നു. എന്തൊക്കെ പരിപാടികളായിരുന്നു. കേരളത്തിലെ അമ്മമാർക്ക് ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ. ഇതുപോലെ അവറ്റകളെയൊക്കെ പിടിച്ചു വെക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇപ്പോൾ സന്തോഷമായി കാണും. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ ആണെങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കണം. ആ ഒരു കാലമാണ് ഇപ്പം. എന്നാലും ഞാൻ ആ ഒരു ന്യൂസ് വെച്ചുതരാം. ഈ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് എക്സൈസിന്റെയും പോലീസിന്റെയും പരിശോധന ലഹരിക്കെതിരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞ കുറെ മാസങ്ങൾക്കിടയിൽ നിരവധി യുവതികളെ പിടികൂടിയിരുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു സംശയം എന്നുള്ളത് ഈ യുവതികളും കഴിഞ്ഞ ദിവസം പിടിയിലായ അധ്യാപികമാരും എല്ലാം ഒരൊറ്റ ലഹരി ശൃംഖലയുടെ കണ്ണികളാണോ എന്നുള്ളതാണ്. അതിൽ സംശയം ഉണ്ടാക്കുന്നത് ഈ കേസ് തന്നെയാണ് മധു. അതിൽ ഈ ശീതളിനെയും ഒപ്പം സുഹൃത്തായ ഫിറോസിനെയും ഉള്ളിയേരിയിൽ വെച്ചാണ് എക്സൈസ് പിടികൂടുന്നത്. ഇവരുടെ കൈവശം MDMA-യും കഞ്ചാവും ഉണ്ടായിരുന്നു. ഒരു ലോഡ്ജിൽ വെച്ചാണ് ഈ 21-കാരിയെയും സുഹൃത്തിനെയും പിടികൂടുന്നത്. അങ്ങനെ പിടികൂടിയപ്പോൾ എക്സൈസിന് ലഭിച്ച വിവരങ്ങളാണിത്. അതായത് ഈ അധ്യാപികയായ കീർത്തനയും ശീതളും സുഹൃത്തുക്കളാണ്. ശീതളിനെ MDMA കടത്തിലേക്ക് എത്തിച്ചത് കീർത്തനയാണ് എന്നുള്ളതാണ് വിവരം. ശീതളിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ എക്സൈസിന് കണ്ടെടുക്കാനും കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഒപ്പം പിടിയിലായ ഫിറോസും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, നിർണായകമായ സൂചനകൾ എക്സൈസിന് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ കീർത്തനയും കൂടാതെ പിടിയിലായ കാവ്യയും, ഈ രണ്ടുപേരും അധ്യാപികമാരാണെന്ന് ഓർക്കുക. ഇവർ രണ്ടുപേരും എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മാത്രമല്ല ഈ ശീതളിന്റെ ഒരു സുഹൃത്ത്, ഇവർ മംഗലൂരുവിൽ വെച്ച് ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഈ ശീതളിന്റെ ഒരു സുഹൃത്ത് കൂടി എക്സൈസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മംഗളൂര്, ബാംഗ്ലൂര് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പിള്ളേരുടെ കച്ചവടം കാര്യങ്ങളെന്നൊക്കെ സ്വർണ്ണ കച്ചവടമുണ്ട്, ഇതുപോലെ MDMA കേസുകളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ തന്നെ പെണ്ണും അതുപോലെ തന്നെ പെണ്ണുങ്ങൾ നല്ല രീതിയിൽ യൂസ് ആക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് ഓരോ പാവപ്പെട്ട പെണ്ണുങ്ങളെയൊക്കെ സ്നേഹം നടിക്കുക, കൂടെ കൂടുക, എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഉപയോഗിക്കുക, കളയുക. ഇതാണ് അവരുടെ രീതികൾ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കുക, ഭാവിയിൽ എന്തെങ്കിലും കൊടുത്ത് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ തന്നെ സ്ഥിരം പരിപാടികളും കാര്യങ്ങളൊക്കെ. അനുഭവം വരുന്നവരൊക്കെ പഠിക്കും. ചില ആൾക്കാരൊന്നും ഒരു ജന്മത്തും പഠിക്കത്തില്ല, ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എല്ലാ അമ്മമാരോടും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. മക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഹോസ്റ്റലാണോ പഠിക്കുന്നതെങ്കിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മ ഞാനൊരു 20-ാം തീയതി വീട്ടിലോട്ട് വരുമെന്ന് പറയുമ്പോൾ 18-ാം തീയതി വിളിച്ച് തിരക്കണം. മോൾ ഇന്ന ദിവസം തന്നെയാണോ ഇറങ്ങിയെന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ മക്കളെ വിശ്വാസമായിരിക്കും അവരൊന്നിനും പോകത്തില്ലെന്ന്. പക്ഷെ അങ്ങനല്ല, ഒന്ന് വിളിച്ചു തിരക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതൊരു മര്യാദയാണ്. നമ്മുടെ അടുത്ത് എത്ര സ്നേഹം നടിച്ച് ഭയങ്കര വിശ്വാസത്തോടെ നിന്നാലാണെങ്കിൽ പോലും, ഞാനൊക്കെ പണ്ട് വിശ്വസിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ ഒരു സൈഡ് മാത്രം, ഒരു 70%ഓളം എന്താ പറയണ്ടേ, ഞാൻ ഇവരെ വിശ്വസിക്കാറേ ഇല്ല. കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചത് തന്നെ. അതുകൊണ്ട് നിങ്ങളും കാണുന്ന അമ്മമാരോടാണ് പറയുന്നത്, ഉപദേശമല്ല, ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഹോസ്റ്റലിലൊക്കെ ഒന്ന് വിളിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. മക്കൾ അവിടെ ഉണ്ടോ, മക്കൾ ഇന്ന ദിവസം ഇറങ്ങുന്നുണ്ടോ, ഇടയ്ക്കൊക്കെ ലിസ്റ്റ് നോക്കണം വെക്കറ്റായ ദിവസങ്ങളിലൊക്കെ. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്താണെന്ന്. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മാധു, ഒരുപാട് യുവതികൾ ഇവരുടെ വലയിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ ഉറവിടം ഒന്നാണോ, ഇവരിലേക്കൊക്കെ ലഹരി എത്തിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണോ എന്നുള്ളതാണ് ഇനി പോലീസിനും എക്സൈസിനും ഒക്കെ കണ്ടെത്തേണ്ട കാര്യം. അതിൽ ഈ യുവതികളെയൊക്കെ ഈ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നത്, വരുന്നതും ലഹരി ഇടപാടുകളുടെ ഒക്കെ ഭാഗമാക്കുന്നതും കീർത്തനയായിരുന്നു. മാത്രമല്ല നീഷ്മയെയും ലഹരിയിലേക്ക് അടുപ്പിച്ചത് കീർത്തനയാണ് എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. ഏതായാലും അധ്യാപകർ എന്നുള്ള മറ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കൂടുതൽ യുവതികളെ, പെൺകുട്ടികളെയൊക്കെ ലഹരിയിലേക്ക് എത്തിക്കാൻ കീർത്തന ശ്രമിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ
പുറത്തു വരുന്നത്. ഇനി അതിലേക്ക് കൂടി പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും ലഹരി വിഷയം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ പിന്നെ മുമ്പ് പെണ്ണുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ എടുത്തുചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞാനൊരു ചെറിയൊരു വീഡിയോ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ഇതെല്ലാവരും അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാര്യം വ്യക്തമാവണമെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഇത് കാണേണ്ടതെന്ന് വെച്ചാൽ നല്ല പെൺമക്കളുടെ അമ്മമാരിരുന്ന് കാണണം ഈ കാര്യം. എന്നിട്ട് ഉപദേശിച്ചു കൊടുത്താൽ അത്രയും നല്ലത്. നമുക്കൊക്കെ പറയേണ്ടതിന് ഒരു ലിമിറ്റ് ഉണ്ട്. 10th +1 +2 തൊട്ടുള്ള പിള്ളേരാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾ പറയാനുള്ളത്, എനിക്ക് കുറെ ഗേൾസ് ഉണ്ട്, ഈ ചെറിയ പിള്ളേരാ 10th +1 ഒക്കെ പഠിക്കുന്ന കുറെ ഗേൾസ് ഉണ്ട്. ഇവർക്ക് ഈ അഫെയർ, ഇവർക്ക് ഈ റൊമാൻസ്, ഈ ഭയങ്കര എന്താ പറയാ, അഫെയറും കാര്യങ്ങളും റൊമാൻറ്റിക്കും കാര്യങ്ങളൊക്കെ കൂടാൻ ഇവരുടെ ഈ പയ്യന്മാര്, അതായത് ഇവരുടെ അഫെയറിലുള്ള ബോയ്സ്, എന്റെ അറിവിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ MDM എന്ന് പറയുന്നത് നമുക്ക് സ്നെഫ് ചെയ്യും, ഒന്ന് മൂക്കിൽ വലിച്ചു തരാം, പിന്നെ ഒന്ന് ഫ്യൂം ചെയ്യാൻ പറ്റും, പൈപ്പിൽ കൂടെ സ്മോക്ക് ചെയ്യാൻ പറ്റും. 2 ജ്യൂസില് 2 കല്ലിട്ട് കൊടുത്ത ജ്യൂസിലും അതും ലഹരിയാണ്. അപ്പൊ ചെറിയ പിള്ളേർ പെൺപിള്ളേരൊന്നും അറിയണില്ല. ശരിക്കും പറഞ്ഞ പോലെ അത് MDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് മൂഡ് ഹെവിയാ. അതാണ് എല്ലാ പിള്ളേരും ഈ സാധനം യൂസ് ചെയ്യണം. സെക്ഷലി ഭയങ്കര അഡിക്റ്റ്, ഭയങ്കര ഇത് കൂടിയിട്ടുള്ള ഒരു ലഹരിയാസിനിട്ട് ഈ MDM എന്ന് പറയുന്നത്. അത് 2ലെയും അവരറിയാണ്ട് ജ്യൂസിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം 2 വട്ടം അവർ കുടിച്ചാൽ മതി. അങ്ങനെ വല വീശി പിടിക്കുന്ന കുറച്ച് ബോയ്സ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചില കാര്യത്തിനോടൊക്കെ കൂടുതൽ താല്പര്യങ്ങൾ തോന്നും. പിന്നെ അതില്ലാതെ പറ്റാത്തതിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ല. ചില പെണ്ണുങ്ങളൊക്കെ പെട്ടുപോകും. ചിലവരൊക്കെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയും. പെട്ടുപോയി കഴിഞ്ഞാൽ, അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വിട്ടുപോകാൻ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയണം. ചില പെൺകുട്ടികൾക്ക് തെറ്റുപറ്റിയാലും തുറന്നു പറയത്തില്ല, വീട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അതുള്ള കാര്യങ്ങൾ വീട്ടുകാരോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് സൊല്യൂഷനുണ്ട്. നാളെ ഒരു കാര്യം ഇല്ലാണ്ടാവാം. നാളെ ഒരു കാര്യം ഇല്ലാണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇത് വേറൊരാൾ അറിഞ്ഞ് പിടിച്ചു കഴിയുമ്പം അത് വേറെ, അതിനെക്കാളും നല്ല നമ്മളായിട്ട് സ്വയം ഇല്ലാണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കൊരു മേഡം പറയുന്ന വെക്കാം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 5 പേരെയാണ് പിടിയിലായിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി? ഞങ്ങൾ ഇപ്പം ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സർവൈലൻസിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണും. കൂടുതൽ പ്രതികളെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. ഈ പ്രതികളായ അധ്യാപികമാർക്ക് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എത്ര കാലമായിട്ടുള്ള ബന്ധമാണ്, ലഹരി കച്ചവടമാണ് ഇവർ നടത്തുന്നത്? ഞങ്ങളിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രയും കാലമായിട്ട് ഇവർ ഇതിൽ ഇറങ്ങിയെന്ന് അത് അവരെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര രൂപയുടെ ഇടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പം വേരിങ് അമൗണ്ട്സ് ആണ്. ഇപ്പം എന്തായാലും ഒരു മിനിമം അപ് ടു 15 lakhs വരെ മിനിമം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഒരു പ്രതിയുടെ അബവ് 1 crore ട്രാൻസാക്ഷൻസ് ഉണ്ട്. കൂടുതൽ പ്രതികൾ, പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇപ്പോഴും കാണാൻ പറയുന്നത് തന്നെയാണോ? ഇനി ഇവരിൽ തന്നെ ഒതുങ്ങുമോ അന്വേഷണം? ഇല്ല, ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ഇവരാണ് ഇതിന്റെ മെയിൻ കിങ് പിൻസ് എന്ന് പറയാറായിട്ടില്ല. കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ട്. ഇവരുടെ വ്യക്തമായിട്ടുള്ള റോള് നമുക്ക് ചാർജ് ഷീറ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രാഥമികമായിട്ട് ഇവർക്ക് NDPS കേസ് അക്യൂസ്ഡുമായിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ അവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. കൂടുതലും മൈസൂർ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിലേക്ക്. കോഴിക്കോട്, മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും ആൾക്കാർ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. 2 വർഷം മുമ്പ് ഞാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോ കൂടെ, 1.5 വർഷം മുമ്പ് എൻ്റെ വീഡിയോ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലാണ് കൂടുതലും സാധനങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ ഭരണമായതുകൊണ്ട് എല്ലാത്തിനും തൂക്കാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം എനിക്കറിയാവുന്നവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന തൊട്ട് പോലീസിനെ ഏൽപ്പിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ആണെങ്കിൽ പോലും എന്നോട് ചില വ്യക്തികൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ലൊക്കേഷനും കാര്യങ്ങളും തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റവും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാനേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, ഞാൻ ഹരിപ്പാടാണ് താമസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർട്ടിയിലും ചെറിയ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ വലിയ ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. രമേശ് ചെന്നിത്തല ഞങ്ങളുടെ MLA ആണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. ഇപ്പം പുള്ളിയുടെ കൂടെ നടക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നതൊക്കെ തന്നെ.
അവരുടെയൊക്കെ ആണെങ്കിലും ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ലൊക്കേഷൻ്റെയൊക്കെ, അവർ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും. അതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണലാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ ഇന്ന പോലൊരു സംഭവമാണ്. അപ്പം ഞാൻ പറയാം ലൊക്കേഷനും കാര്യങ്ങളും നിങ്ങളൊന്ന് ഇട്ട് തന്നാൽ മതി. ഏത് സ്ഥലം കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് തരാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തെങ്കിലും അദ്ദേഹം പറയുന്നതിൻ്റെ ചെന്നിത്തല പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. നിങ്ങൾ ഒറ്റ ഫോൺ കോൾ ചെയ്താൽ മതി, ആ വിജിലൻസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പറഞ്ഞത് ആരാണ്, ആരുടെ ഫോണാണ് എന്നുള്ള പുറത്ത് പറയുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ ഒരു ഫോൺ കോളിൽ ഈ അഴിമതിക്കാരെ കണ്ടെത്തുന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത തൂഫാന്റെ ഭാഗമായി പരിശോധന ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. വലിയ രീതിയിൽ ആളുകൾ പിടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ 3 അധ്യാപികമാരാണ് മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. ഈ അധ്യാപികമാരൊക്കെ ഇത്തരം മയക്കുമരുന്ന് വിൽപ്പനയിൽ കിടക്കുന്ന ആശങ്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും ഞാൻ ഞെട്ടിപ്പോയി. അധ്യാപികമാര് ഇതിന്റെ കണ്ണികളായി മാറുന്നു എന്നുള്ളത് എന്നെ വേദനിപ്പിച്ച സംഭവമാണ്, ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഇന്ന് കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫായി സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലായത്. ഇത് വൻ റാക്കറ്റാണ്, ഇതിന് വലിയ ശക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷങ്ങളാണ് ഇതിനുവേണ്ടി കൈമറിഞ്ഞത്. ഈ സ്വത്തുക്കൾ പെട്ടെന്ന് ആളുകൾ പണക്കാരാവുമല്ലേ, പെട്ടെന്ന് ആളുകൾ വലിയ വലിയ പണക്കാരാവുകയും പുതിയ വാഹനങ്ങൾ വാങ്ങുകയും ഹോം അപ്ലയൻസസ് വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സംശയിക്കത്തില്ലേ. അപ്പം ഓപ്പറേഷൻ തുഫാൻ ശക്തമായി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. 3 അധ്യാപികമാരെ കണ്ടെത്തി. അതിൽ ഒരാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു, മറ്റേ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ആളുകളെ കണ്ടെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ലഹരി വലയിൽ അധ്യാപകർ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇനി അതുപോലെ തന്നെ പാർട്ടി, ഇവർ നേരത്തെ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഏത് പാർട്ടിയിൽ നിന്നും കൂടെ സംസാരിക്കുന്നൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പാർട്ടിക്കാർക്കും കൂടെ ചീത്തപ്പേരാണ്. ഇപ്പോൾ വേണമെങ്കിൽ എനിക്കിപ്പോൾ ഏത് പാർട്ടിയാണെന്നും പറഞ്ഞു ആ പാർട്ടിക്കാരാണ്, ഈ പാർട്ടിക്കാരാണ്, അവരങ്ങനെ ചെയ്യത്തുള്ളൂ, അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാം. നമുക്ക് ആരെയും ഇവിടെ അധിക്ഷേപിക്കാനൊന്നും പറ്റത്തില്ല. എല്ലാ പാർട്ടിയിലും എന്താ പറയണ്ടേ, നേരെ പോകുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലുള്ള പുഴുക്കത്തുകളുണ്ട് പാർട്ടി ചീത്തപ്പേരുണ്ടാകാൻ വേണ്ടി. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. അതും കൂടെ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളതിൽ മറക്കൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുപോലെ ആരെങ്കിലും വന്ന് മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. ഓക്കെ, എനിക്ക് വേണ്ട. ഒരു ദിവസം പോലും അടിക്കായിരുന്നിട്ടില്ലേ? ഈ 9 ദിവസം കൊണ്ട് ഞാൻ അടിക്കായിരുന്നിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പൊ അത് വേണമെന്ന് പോലും എനിക്ക് തോന്നാറില്ല. ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട് നശിച്ചു പോയ ഒരു വ്യക്തിയെ കൊണ്ടുവന്നാൽ രക്ഷപ്പെടുത്താൻ പറ്റും. നല്ലതായിട്ട് രക്ഷപ്പെടുത്തിവിടാം. അടിക്കാത്തൊരു നേരം പോലുള്ള അടിച്ചിട്ട് കൈ ഉറക്കി വരും. നല്ല മദ്യപാനമായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കിലോ കണക്കിന് ലഹരി വസ്തുക്കളാണ് പിടികൂടുന്നത്. ഒരുപാട് പേർക്കൊപ്പം ലഹരി കിട്ടാതെ ഒരു ഭ്രാന്ത് എടുക്കുന്ന അവസരമാണുള്ളത്. അതുകൊണ്ട് ലഹരിക്കടിമയായ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാം ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറാനുള്ളൊരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ആലുവ കമ്പനിപ്പടി ഇൻഡോ അറബ് ആയുർവേദ ഡി അഡിക്ഷൻ സെന്ററിൽ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ലഹരി വസ്തുവിന് അടിമയാണെങ്കിലും ഇനി അതെല്ലാം മദ്യപാനത്തിന് അടിമയാണെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് അകത്തേക്ക് പോയിട്ട് നോക്കാം. ഈ നിൽക്കുന്നത് ബാംഗ്ലൂർ പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിയാണ്. വെറും 6 മാസം കൊണ്ട് ഇവന് എന്താണ് സംഭവിച്ചത് നമുക്ക് കിട്ടും നോക്കാം. അവന് എന്തായിരുന്നു പ്രശ്നം? ഞാൻ ബാംഗ്ലൂർ പഠിക്കാനായിട്ട് പോയതാണ്. എനിക്ക് നാട്ടിൽ വെച്ച് ഒരു ലഹരി വിധം ഞാൻ യൂസ് ചെയ്യുന്ന രീതിയിൽ പോയാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ലഹരിയിൽ എൻ്റെ കൂടെയുള്ളവർ തന്നെ എനിക്ക് ലഹരി തന്നു. ഞാൻ അതിലോട്ടായി. പിന്നെ എനിക്ക് ഡെയിലി ഇതില്ലായിരുന്നു, പറ്റത്തില്ലായിരുന്നു. ഡെയിലി ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഡെയിലി ലഹരി ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ലഹരി എന്ന് പറയാൻ മദ്യമല്ല, അതിന് അങ്ങനെ. പിന്നെ ഞാൻ വീട്ടിലൊക്കെ വരാറായി തുടങ്ങി. വീട്ടുകാരെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് ഞാൻ ഈ ഒരു ലഹരി പദാർത്ഥം യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരായിട്ടും വീട്ടിൽ വന്നാലും എനിക്ക് ഇതില്ലായിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തോടെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത് നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. പിന്നീട് എങ്ങനെ ഇവിടേക്ക് എത്തിയതിന് കാരണം ഞാൻ നാട്ടിൽ ഒരു വീഡിയോ ഉണ്ട്, എന്റെ പേരൻസ് വീഡിയോ ഉണ്ട്. അപ്പൊ അവരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ എനിക്ക് വരാനെ കൊണ്ട് അത് മടിയായിരുന്നു. കാരണം യൂസ് ചെയ്യാൻ കിട്ടാത്തോണ്ട് വരാനെ കൊണ്ട് മടിയായിരുന്നു. പിന്നെ വീട്ടുകാർ കണ്ടു, എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ഏകദേശം 9 ദിവസമായി. എനിക്കിനി അതിലോട്ട് ഒരു മൈൻഡ് പോലും ഉണ്ടാവുന്നില്ല. എങ്ങനെയാ ഒരു അര എടുക്കട്ടെ, കണ്ടോളും കഴിക്കാം. എന്റെ പൊന്ന് സാറേ, എനിക്കിനി മദ്യം വേണ്ട, സിഗരറ്റും വേണ്ട, ഒന്നും വേണ്ട. ശരി, എന്തായിരുന്നു പഴയ പ്രശ്നം? ഞാന് പ്രവാസിയായിരുന്നു. 5 വർഷമായിട്ട് ദുബായിലായിരുന്നു. നാട്ടിൽ നിന്ന് അങ്ങനെ വെള്ളമൊടിക്കാനും മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ദുബായിൽ പോയി മദ്യത്തിന് നല്ലതായിട്ട് ഞാൻ ആവശ്യമായി. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് എനിക്കൊരു വയറുവേദന പോലൊക്കെ വന്നു. അങ്ങനെ ഞാൻ അവിടെ കുറേ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ വേദന സംഹാരിയായിട്ടുള്ള ഗുളികൾ അവിടെ നിന്ന് തരും. ഞാൻ അത് കഴിച്ചിട്ടും വേദന മാറും. അങ്ങനെ അവസാനം നാട്ടിൽ വന്ന്
ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ലിവർ സിറോസിസ് ആണ് പറഞ്ഞു. അപ്പൊ അത്ര മദ്യപാനമായിരുന്നു. അത്ര നല്ല അടിക്കാത്തൊരു നേരം പോലും അടിച്ചിട്ട് കൈ ഉറക്കുമായിരുന്നു. നല്ല മദ്യപാനമായിരുന്നു സാർ. ലിവർ സിറോസിസ് ആണ് അറിഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ മെഡിക്കലായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതും ഭയങ്കരമായിട്ട് വേദന നമുക്ക് കുറവില്ല. അങ്ങനെയാണ് ഈ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് കുറച്ച് ദിവസം ഞാൻ നിന്ന് ഇവിടുത്തെ മരുന്നൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് എനിക്കൊരു മാറ്റം കണ്ടുവരാൻ. ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ആവണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലുള്ളിടത്തൊക്കെ പോയാലും ചിലപ്പോൾ ഗുണമുണ്ടാവും. ഞാനൊരു കാര്യം പറയാം, ഇത്രയും ചിന്തിച്ചാൽ മതി. പോലീസുകാരൊക്കെ പിടിച്ച് നാണം കിടന്നതിനേക്കാളും നല്ല സ്വയം മാറുന്നതല്ലേ നല്ലത്? അതല്ലേ നല്ലത്? ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഇങ്ങനെ ലഹരിക്ക് അടിമയായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പോ കാര്യങ്ങളോ ഇതുപോലുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ആ ഒരു കാര്യത്തിലാണ് എങ്ങനായാലും നമ്മൾ എത്തിക്കേണ്ടടുത്ത് കാര്യങ്ങൾ എത്തിച്ചേരും. ഇത് ഞാൻ തരുന്നൊരു വാക്കാണ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ, ലവ് യു ഓൾ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്ഥാപനത്തിൽ കൊണ്ടുപോകുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. നിങ്ങളുടെ ഏരിയയിൽ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ലൊക്കേഷനോ കാര്യങ്ങളോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇട്ടെന്നാൽ മതി. അവിടുന്ന് അവന്മാരെ തൂക്കിയിരിക്കും, അതിന് ഗ്യാരണ്ടി. ബൈ, ലവ് യു ഓൾ ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇനിയും വരുന്നുണ്ട്, ഓരോരുത്തവന്മാരെ പൊക്കുന്നുണ്ട്. എന്തായാലും കീർത്തന ടീച്ചറാണ് കോമഡി പീസ്. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.